തിരുവനന്തപുരത്ത് 11 വയസ്സുകാരനെ കാണാനില്ല എന്ന് പരാതി. പുത്തൻകടോട്ട് സ്വദേശി അർജുനെയാണ് വൈകുന്നേരം മുതൽ കാണാതായത്. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കുട്ടിയുടെ ചിത്രമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എന്താണ് വീട്ടുകാർ നൽകുന്ന വിവരം? പോലീസ് എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ ഈ സമയത്ത്? വിജയകുമാർ, ഇപ്പോഴും ആ വീട്ടുകാർ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. നിലവിൽ വൈകുന്നേരം 5 മണി മുതലാണ് ഈ കുട്ടിയെ കാണാതായത്. വൈകുന്നേരം 5 മണിയോടുകൂടി വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാതിരുന്ന സമയത്ത് വീട്ടിൽ കുട്ടിയുടെ മുത്തശ്ശി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് അമ്പലത്തിലേക്ക് പോകാനായി ഇറങ്ങിയതാണ് കുട്ടി. അതിനുശേഷം പിന്നീട് കുട്ടിയെ കണ്ടിട്ടില്ല. ഈ വീട്ടുകാർ കരുതിയിരുന്നത് ഈ സമീപത്തെ വീടുകളെ, അവിടെ നിരവധി വീടുകൾ അടുത്തടുത്തായി ഉണ്ട്, സമീപത്തെ വീടുകളിലേക്ക് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ്. അമ്പലവും അകലെയല്ല, അതുകൊണ്ട് തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് കുട്ടി തിരികെ വരാത്തതിനാൽ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ്. തിരുവനന്തപുരം നഗരത്തിലെ പുത്തൻകുട്ട സ്വദേശിയായ അർജുൻ 11 വയസ്സുകാരനാണ്. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. പല വഴികളിലും പോലീസ് ഈ കുട്ടി മറ്റെവിടെയെങ്കിലും സുഹൃത്തുക്കളുമായൊക്കെ പോയതാകാമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ മാളുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. നമ്മൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് കുട്ടിയുടെ ചിത്രം. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ തിരുവനന്തപുരത്തിന്റെ പരിസര പ്രദേശങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കണമെന്നും പോലീസ് തന്നെ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ആ കുട്ടിയെ തിരികെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് നിലവിലുള്ളത്. അതിനായി പ്രദേശത്തെ CCTV, കുട്ടി നടന്നു പോകുന്ന വഴിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ കൂടി ശേഖരിച്ചു വരികയാണ്. അല്പസമയം മുൻപ് മാത്രമാണ് ഈ കുട്ടിയെ കാണാനില്ലെന്നൊരു പരാതി ഔദ്യോഗികമായി പോലീസിലേക്ക് വീട്ടുകാർ നൽകിയത്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ സലീമ, ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോൾ ഈ CCTV ഒക്കെ ഉള്ള ആ വീടിന് ചുറ്റുപാടുമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഏത് വഴിക്കാണ്, ഏത് ദിശയിലേക്കാണ് കുട്ടി നടന്നത് അല്ലെങ്കിൽ പോയത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ പരിസര പ്രദേശങ്ങളിലെ CCTV ഒക്കെ പോലീസിനെ സഹായിക്കുമെന്ന് കരുതാം അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ നീങ്ങുന്നതും. കാരണം തിരുവനന്തപുരം നഗരത്തിൽ തന്നെയാണ് ഈ കുട്ടിയുടെ ഈ പുത്തൻകോട്ട എന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിരവധി CCTV ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ഈ പ്രദേശത്തെ കുട്ടി നടന്നു പോകുന്ന വഴിയുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ നടക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി വളരെ വേഗത്തിൽ ആ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. കുട്ടി എവിടെയെങ്കിലും മറ്റു കൂട്ടുകാരുമായി പോയതാണോ എന്നുള്ള പരിശോധന പോലീസ് സമാനമായി കുട്ടിയുടെ കൂട്ടുകാരെ മറ്റെവിടെയെങ്കിലും കാണാതായോ എന്നൊരു അന്വേഷണം നടത്തിയെങ്കിലും അങ്ങനെ ഇല്ല. അതുകൊണ്ട് കുട്ടി ഒറ്റയ്ക്കാണ് പോയത് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് എവിടേക്കാണ് നടന്നു പോയത് എന്നുള്ള പരിശോധനയ്ക്ക് ഈ CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും ഒപ്പം തന്നെ നമ്മൾ ഈ ചാനലുകളിൽ കൂടി കുട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും നിലയിലുള്ള വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി പങ്കുവെക്കണമെന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിയെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മറ്റെവിടെയും പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസിന്റെയും ഒരു വിലയിരുത്തൽ. ഈ കുട്ടിയെ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ, യെസ്, തിരുവനന്തപുരത്തൊക്കെയുള്ള പ്രേക്ഷകർ ഈ ചിത്രം കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചേക്കുക. 11 വയസ്സുള്ള കുട്ടിയാണ്. പുത്തൻകോട്ട സ്വദേശി അർജുൻ വൈകുന്നേരം മുതൽ കാണാതായി. രഞ്ജിത്ത് ദീപ ദമ്പതികളുടെ മകനാണ്. ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ ആ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നവർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഫോർട്ട് പോലീസിനെ അറിയിക്കുക. ഇതാണ് ആ കുട്ടിയുടെ ചിത്രം. 11 വയസ്സേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം 5 മണി മുതലാണ് 11 വയസ്സുള്ള കുട്ടിയെ കാണാതായി എന്ന പരാതി പോലീസിന് ലഭിച്ചത്. പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട്.